എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 29, 2026 മൺഡേ. ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്നത്തെ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലെവൽസ് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം നിഫ്റ്റിയിൽ. അതിനുശേഷം നമ്മൾ ഗോൾഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ 2 ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിയുടെ ലെവലിൻ്റെ താഴെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുട്ടിൻ്റെ ലെവൽ നമ്മുടെ ലെവലിൻ്റെ ഒരുപാട് മേലെയായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, കോമൺ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് കോളിനകത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു കവറിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഓൾമോസ്റ്റ് ഇത് ഈ ഒരു ലെവലല്ല, ഓക്കെ, താഴത്തെ ലെവലാണ്. ഓക്കെ, ഞാനത് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എനിക്ക് വന്നത് ഷെയർ ചെയ്തത് ഒരു 950 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ഈ ലെവലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിൽ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഒരു ട്രേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സി സൈഡിൽ ഓക്കെ, ഏകദേശം 10:04 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം ടൈം തന്നെ അതിനെക്കാട്ടി 5 മിനിറ്റ് മുന്നെയാണ് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 24,000-ൻ്റെ 115 to 120 ലെവലിൽ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാമെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ SL ലെവൽ 110.7 1 മിനിറ്റ് ക്യാനിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം 118 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 117.95 വരെ വന്നിട്ടുണ്ടായിരുന്നു. 120 നമ്മളത് എന്ത് ചെയ്തതിനാൽ ട്രിഗർ ആയിട്ടുള്ളത് ടെലിഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 120 to 115 റേഞ്ചിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് നമ്മൾ SL കൊടുത്തില്ല, കാരണം SL നമ്മൾ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിലാണ് കൊടുക്കുക. ഓക്കെ, ആ ലെവൽസ് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിൻ്റെ ലോജിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാമിൽ നമ്മൾ ലോജിക്കും കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് വോളിയം പ്രൊഫൈൽ പഠിച്ചവർക്ക് മാത്രമാണ് അത് മനസ്സിലാവത്തുള്ളൂ, ആ ട്രേഡിൻ്റെ ലോജിക്ക് എന്താണെന്ന്. ഓക്കെ, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ എവിടെ പ്രോപ്പറായിട്ട് SL വെക്കണം, ആ ട്രേഡ് എടുക്കുന്നതിന് ലോജിക്ക് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ആ ട്രേഡ് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഏകദേശം 120 സ്ട്രൈക്ക് 169, ഓക്കെ, 170 റേഞ്ച് വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 50 പോയിന്റ് വരെ പോയിട്ടുണ്ട്. നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 10 പോയിന്റ്, 9 പോയിന്റ് 10 പോയിന്റാണ് എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മൾ റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പറ്റാനുള്ളതല്ല, അത്രയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മളത് 1:4 നോക്കാനുള്ള റീസൺ, പുട്ട് സൈഡിൽ നമ്മുടെ ട്രേഡ് എന്താണ്, പുട്ട് സൈഡിൽ നമ്മുടെ ട്രേഡ് ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു, നമ്മുടെ ലെവലിൻ്റെ മേലെയായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്, കാരണം പുട്ട് സൈഡിലെ കഴിഞ്ഞ ദിവസത്തെ ലെവലിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഒരുപാട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ ബോത്ത് സൈഡിലേക്ക് മൂവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോൾ സൈഡിൽ ഒന്നാമത് കഴിഞ്ഞ ദിവസത്തെ ലെവലിൻ്റെ താഴെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ലോ അതിൻ്റെ ലോയുടെ താഴെയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും വന്നിട്ടില്ല, ലൈവിലുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പുട്ട് സൈഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ പുട്ട് സൈഡ് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കത് ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. ഓക്കെ, അതിനുശേഷം കവറിങ് കിട്ടിയ ലെവൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. 1, 2, 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. നമുക്ക് നമ്മൾ 1:4 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ഞാൻ ട്രേഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം 11 മണി സമയത്ത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ലെവലിൽ താഴെ ബ്രേക്ക് ചെയ്തു. ഏകദേശം എന്താണ് 11:33 ലെവല് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. റീടെസ്റ്റ് എടുത്തത് ഏകദേശം 11:37 ആണ്, 37 നമ്മളെ ലെവലിൽ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ 10 പോയിന്റ് SL ആണ് നമുക്ക് വരിക പുട്ട് സൈഡിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ 11:37. ഓക്കെ, കാരണം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റീസൺ, ഈ ട്രേഡ് ഞാൻ ഈ ലെവൽ ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആകുന്നതിന് മുന്നേ തന്നെ ഗ്രൂപ്പിൽ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് തന്നെ പറയുന്നത്. ഓക്കെ, 11:37 ക്യാനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ് 11:37 ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, 17:37 ക്യാൻഡിലിൽ എന്ത് ചെയ്തു, നമുക്ക് പുട്ട് സൈഡിൽ ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എവിടെ ബൈ ചെയ്യാം, ഏകദേശം SL എത്ര 10 പോയിന്റാണ് വരിക. ഇതിനകത്ത് ഏകദേശം 4 പോയിന്റേ ഉള്ളൂ. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം എത്ര പോയിന്റ് മൂവ് ചെയ്തു, 108. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലെവൽ. ഏകദേശം 105 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം വേറെ കാര്യം. നമ്മളെ ഇന്നലെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പുതിയ അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ്.
അപ്പോൾ നമുക്ക് സംബന്ധിച്ച് അവിടെ ട്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ട്രാപ്പ്. അതിൻ്റെ റീടെസ്റ്റിൽ എൻട്രിയാണ് ഈ ഒരു ക്യാനിൽ 11:37 ക്യാനിൽ. ഓക്കെ, കറക്റ്റ് ആ ലെവലിൽ ടാപ്പ് ചെയ്തു. നമ്മൾ സീനകത്തുണ്ടായ കവറിങ്ങിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു. ഓക്കെ, എന്ത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ നോക്കി. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് സിയുടെ ലെവൽ 11:37 ലെവലും പുട്ടിൻ്റെ 11:37 ലെവലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പുട്ടിൽ എവിടെയാണ് ട്രാപ്പ്? ഇത് ഈ ക്യാനിലാണ് ട്രാപ്പ് കിട്ടിയത്. റീടെസ്റ്റ് ആണ് നമ്മളെ ലെവലിൽ. മാർക്കറ്റ് കറക്റ്റ് നമ്മളെ ടാർഗറ്റ് വരെ ഹിറ്റായി. ഓക്കെ, ഈ ലെവൽ ഞാൻ ഇന്നലെ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ വീഡിയോ സഹിതം ചെയ്തതാണ്. കറക്റ്റ് ആ ലെവലിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് റിജക്ഷൻ എടുത്തു. ഏകദേശം 281 സാധനം 208 വരെ വന്നു. ഏകദേശം എത്ര പോയിന്റ് വന്നു? 80 പോയിന്റ് വന്നു. ഇവിടെ നമുക്ക് എസ് എൽ എത്രയാണ്? കാരണം നമ്മളെ ടോപ്പിലുള്ള ലെവലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് എസ് എൽ വരിക? ഒരു 10 പോയിന്റ് എസ് എൽ ആണ് വരിക അല്ലേ? ഏതാണ് ക്യാനിൽ? 12:41 ക്യാനിൽ. ഓക്കെ, ജസ്റ്റ് ഈ ക്യാനിൽ നോക്കി. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OTM മാറിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 100+ ഓക്കെ, 12:41 എന്ന് പറയുമ്പോൾ 62 മുതൽ ഏകദേശം 82 വരെ പോയിട്ടുണ്ട്. പക്ഷെ അത് OTM ആയതുകൊണ്ട് മാത്രമാണ് അത്. അല്ലെങ്കിൽ എന്താണ് ഈസി ആയിട്ട് ഒരു 40-50 പോയിന്റ് മൂവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്ന 2 സ്ട്രൈക്ക് ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി പറയുന്നത്. ഓക്കെ, സ്ട്രൈക്ക് 24,100 ആയിരിക്കും സി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ ഇത് കൊടുത്തതായിരുന്നു. ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പുട്ടിൻ്റെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കവറിങ് അല്ല പുട്ടിൻ്റെ ട്രാപ്പും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ വോളിയം പ്രൊഫൈലിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗോൾഡിലേക്ക് പോകാം നെക്സ്റ്റ്. അല്ലെങ്കിൽ മുന്നേ ജസ്റ്റ് കുറച്ച് കറൻസിയുടെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാം. കറൻസിയുടെ ഞാൻ ഓൾമോസ്റ്റ് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. 5 മിനിറ്റിലാണ് നമ്മൾ കറൻസി നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീക്കിലി ലെവലാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് വീക്കിലി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോണ് ബൈ സോണാണ്. അതിനുശേഷം ഈ ഒരു സോണിന് മേലെ പോയി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കാരണം ബൈ ആക്റ്റീവ് ആയിട്ടില്ല. കാരണം ഈ ലെവലിലാണ് നമുക്ക് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് ഈ 3 ലെവൽ മാർക്ക് ചെയ്യുക. ഇത് ഫ്രൈഡേ വരെ എന്താണ് വാലിഡ് ആയിരിക്കും. യൂറോ USDയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്ത ട്രേഡിൻ്റെ ലെവൽസുകളാണ് ഈ ലെവൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മേലെ പോയി റീടെസ്റ്റ് എടുക്കണം. ഈ ലെവലിൻ്റെ മേലെ പോയി മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1:2 മേലെ മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഈ ലെവൽ ബൈ ആണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. AD CAD ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ കൊടുത്ത ലെവൽസുകളാണ്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബൈ സോണാണ് ഈ ഒരു സോണ്. അപ്പോൾ ഈ സോണിൽ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്ക് ഇതും മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, GBP USDയിൽ ഈ ഒരു ലെവൽ ബൈ സോണാണ്. ഈ ഒരു ബൈ സോണാണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് ഈ 2 സോണും മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ USD JPY ഇന്നലെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡിൻ്റെ ലോജിക്ക് അടക്കം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 ലെവൽ നോക്കണം എന്ന് പറഞ്ഞു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സപ്പോർട്ട് എടുത്തു, ബ്രേക്ക് ചെയ്തു, വന്നു. ഏകദേശം 1:8 ആണ് ടാർഗറ്റ് വെച്ചത്. അത് ഹിറ്റായി. അതിനുശേഷം മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെ പോയി തിരിച്ച് റീടെസ്റ്റ് എടുത്തു, മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് ഇവിടുന്ന് 1:7 മേലെ മൂവ് ചെയ്തിട്ടുണ്ട്. 2 ലെവൽ ഞാൻ ഇന്നലെ കൊടുത്തതാണ്. കൊടുക്കാത്ത ലെവലിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കൊടുത്ത ലെവലിനെ പറ്റി മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ കൊടുക്കാത്തതാണ്. അത്രയാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോൾഡിലേക്ക് പോകാം നെക്സ്റ്റ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് നേരിട്ട് എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ കൊടുക്കാത്ത ലെവലിനെ പറ്റിയിട്ടാണ്. കാരണം ഞാൻ വോളിയം പ്രൊഫൈലിൽ കൊടുത്ത ലെവൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ വീക്കിലി ലെവലാണെന്ന്. ഇതിൻ്റെ താഴെ നമുക്ക് ബീറിഷാണ്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ എൻട്രി ഇവിടെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി 70 ബൈ SL എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിൽ ഈ ലെവൽ, ഓക്കെ, ഇത് ഞാനിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവൽസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നത് കഴിഞ്ഞ വീഡിയോയിൽ തന്ന ലെവൽ ഈ ലെവലുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ സ്റ്റിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. വീക്കിലി ലെവലാണ്. ഫ്രൈഡേ വരെ ഈ ലെവലുകൾ വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിൽ ഫോക്കസ് ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.